എല്ലാവർക്കും നമസ്കാരം. നാളെ ഡിസംബർ 17 ധനുമാസത്തിലെ ആദ്യത്തെ ബുധനാഴ്ച, അതായത് മുപ്പട്ട ബുധനാഴ്ച. ഈ ദിവസമാണ് നമ്മൾ എല്ലാ കൊല്ലവും കുചേല ദിനമായിട്ട് ആചരിക്കുന്നത്. സാന്ദീപനി ആശ്രമത്തിൽ നിന്നും പിരിഞ്ഞതിന് ശേഷം നമ്മുടെ സുധാമാവ് തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട കൃഷ്ണനെ ദ്വാരകയിൽ ചെന്ന് കണ്ട ദിവസമാണ് കുചേല ദിനം. കുചേലൻ്റെയും കൃഷ്ണൻ്റെയും കഥ, ആ സ്നേഹത്തിൻ്റെ കഥ, സൗഹൃദത്തിൻ്റെ കഥ, ഭക്തിയുടെ കഥ എല്ലാവർക്കും അറിയാവുന്നതാണ്. അതിൽ എൻ്റെ ഒരു ചെറിയ വേർഷൻ ഞാനിവിടെ ആഡ് ചെയ്യാണ് കേട്ടോ. കുചേലനെ നമുക്ക് കുചേലനെ വിളിക്കാൻ താല്പര്യപ്പെടുന്നില്ല, നമുക്ക് സുധാമാവെന്ന് വിളിക്കാം. അദ്ദേഹത്തെ ദ്വാരകയിലേക്ക് പറഞ്ഞയക്കുന്ന ആരാ? അദ്ദേഹത്തിൻ്റെ പത്നി. സുധാമാവിൻ്റെ സ്വഭാവം ഏറ്റവും അറിയുന്ന ആളാണ് സുധാമാവിൻ്റെ പത്നി. സുധാമാവിനോട് ഒരു ദിവസം യാചിക്കുകയാണ്, താങ്കൾക്ക് ഒന്ന് ദ്വാരക വരെ പോയി നമ്മുടെ പ്രിയപ്പെട്ട കൃഷ്ണനെ ഒന്ന് കണ്ടൂടെ? ആ ഭഗവാനോട് നമ്മുടെ കഷ്ടപ്പാടും വിഷമങ്ങളും ഒന്ന് ധരിപ്പിച്ചൂടെ? ഈ കഷ്ടപ്പാടിനൊക്കെ ഒരു അവസാനം വരില്ലേ? കേട്ടപാട് സുധാമാവ് ദ്വാരകയിലേക്ക് പോകാൻ പുറപ്പെട്ടു. അതേസമയം ദ്വാരകയിൽ ചെല്ലുന്ന ആരെ കാണാനാ? ദ്വാരകാനാഥനായ രാജാവ് കൃഷ്ണനെ കാണാൻ. എന്തെങ്കിലും കാണിക്ക കൊണ്ടുവേണ്ടേ? മറ്റൊരു വശം ചിന്തിച്ചു കഴിഞ്ഞാൽ തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട കണ്ണൻ്റെ സ്വഭാവം അറിയാലോ. ചെന്നപാട് സുധാമാവ് എനിക്കൊന്നും കൊണ്ടുവന്നില്ലെന്ന് വെച്ചാൽ ഒന്നും കയ്യിലില്ല. ഈ സത്യങ്ങൾ അറിയാവുന്ന അദ്ദേഹത്തിൻ്റെ പത്നി അടുത്തുള്ള വീടുകളിൽ നിന്ന് കുറച്ച് നെല്ല് ശേഖരിച്ച് അതിടിച്ച് അവിലാക്കി സുധാമാവിൻ്റെ കൈ കൊടുത്തയക്കുന്നതാണ് കഥ. സുധാമാവിനെ നന്നായിട്ട് അറിയുന്ന പത്നിക്ക് തീരുമാനമായിട്ടും അറിയണ്ടാവും. അവിടെ ചെന്ന് ദ്വാരകാനാഥനെ കാണുന്ന സുധാമാവ് എല്ലാം മറന്നു പോകും. ഇതൊന്നും പറയാൻ പോകുന്നില്ല. അതുകൊണ്ട് തന്നെ ഒരു പക്ഷേ അവർക്ക് ഭഗവാനോട് കൊടുക്കാനുള്ള എല്ലാ സന്ദേശവും, അവരുടെ സങ്കടങ്ങൾ, ദാരിദ്ര്യ ദുഃഖം, സ്നേഹം, ആദരവ്, ഭക്തി എല്ലാം കൂടി, അവരുടെ കണ്ണീര് എല്ലാം കൂടി ഒരു അവിൽ പൊതിയിൽ അതൊരു സന്ദേശമാക്കി തന്നെ അവരുടെ ഭർത്താവായ സുധാമാവിൻ്റെ അടുത്ത് ഭഗവാന് കൊടുത്തു വിട്ടതാവാം എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. അവരുടെ സന്ദേശം ഏതായാലും ഭഗവാനിലേക്ക് എത്തി. ദ്വാരകയിൽ ചെന്ന് നമ്മുടെ സുധാമാവിനെ ഓടിച്ചെന്ന് അകത്തേക്ക് സ്വീകരിച്ച് പാദസേവ ചെയ്യുന്ന ആരാ? സാക്ഷാൽ ഭഗവാൻ. പിന്നെ സേവ ചെയ്യണ ആരാ? മഹാലക്ഷ്മിയായ രുക്മിണി ദേവി. അവിടെ ഒരുപാട് നല്ല നിമിഷങ്ങൾ ചെലവഴിക്കി. ഭഗവാൻ ഒരു പിടി അവലും കഴിച്ച് ഒന്നും ചോദിക്കാത്ത സുധാമാവിന് എല്ലാ അനുഗ്രഹവും നൽകി പറഞ്ഞയച്ച ദിവസം. അപ്പോൾ നമുക്ക് നമ്മളുടെ അടുത്തുള്ള ഏതെങ്കിലും ശ്രീകൃഷ്ണാമ്പലത്തിൽ കുറച്ച് അവല് നിവേദിക്കാൻ കൊടുക്കാം. അല്ല, ഇനി നമുക്ക് അമ്പലങ്ങൾ അടുത്തില്ലെങ്കിൽ ഒരു വിളക്ക് തെളിയിച്ച് നമ്മുടെ പൂജാമുറിയിൽ തന്നെ കുറച്ച് അവല് അത് അവിടെ നേദിക്കാം. അതിൽ തന്നെ നമുക്ക് ഭഗവാനോട് പറയാനുള്ള നമ്മുടെ സന്ദേശങ്ങളും അതിനോടൊപ്പം കൊടുക്കാം. നമുക്ക് ഭഗവാൻ നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഹരേ കൃഷ്ണ. രാധേ രാധേ.